ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം 6-ാമത്തെ അധ്യായത്തിൽ യജ്ഞവിധി 27-ാമത്തെ ഭാഗമായിട്ട് പറയണു. 96-ാമത്തെ ശ്ലോകം. ശൗനക ഉവാച ശുകേനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനഃ സുരർഷയേ കഥാ ബ്രാഹ്മൈശ്ചിന്തി മേ സംശയം ത്വിമം. ഇപ്പം ശൗനകൻ ചോദിക്കുകയാണ്, അല്ലയോ സൂത, ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുത്തു. ഗോകർണൻ ധുന്ധുകാരി മുക്തിക്ക് വേണ്ടിയിട്ട് ഭാഗവതം പറഞ്ഞു കൊടുത്തു. പ്രേതമുക്തി കിട്ടി. അതിനുശേഷം ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാർ ദേവർഷിയായിട്ടുള്ള നാരദന് ഭാഗവതം പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഏത് കാലത്താണ് നടത്തിയത്? ഈ സപ്താഹയജ്ഞം നടത്തിയ കാലങ്ങളെ പറയോ എന്ന് ചോദിക്കാം. ശുകേന ഉക്തം കഥ. ശ്രീശുക ബ്രഹ്മർഷിയാൽ എപ്പോഴാണ് പറഞ്ഞത്? കഥ എപ്പോഴാണ്? ശുകേന കഥ ഉക്തം എപ്പോൾ പറഞ്ഞു? രാജ്ഞിയെ പരീക്ഷിത് രാജാവിന് വേണ്ടിയിട്ട്, രാജാവിന് വേണ്ടിയിട്ട്. ശുകേന ഉക്തം കഥ രാജ്ഞി. ശുകേന കഥ ഉക്തം പരീക്ഷിത് പരീക്ഷിത് രാജാവിന് വേണ്ടിയിട്ട് ശ്രീ ശുകബ്രഹ്മർഷി എപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്? ഗോകർണേന കഥ പുനഃ. പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും. അവിടെ ഗോകർണേന കഥ. ഗോകർണൻ എപ്പോഴാണ് ഇത് ചെയ്തത്? ധുന്ധുകാരുടെ മുക്തിക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ചെയ്തത്? സുരർഷയെ കഥ. ദേവർഷിയായിട്ടുള്ള നാരദന്, സുരർഷിക്ക് വേണ്ടിയിട്ട്, നാരദന് വേണ്ടിയിട്ട്. കഥ ബ്രാഹ്മ്യൈഹി. ഈ ബ്രാഹ്മണന്മാർ, അവിടെ ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള ബ്രാഹ്മ്യൈ എന്നുള്ളതിൻ്റെ അർത്ഥം ബ്രഹ്മപുത്രന്മാർ സനകാദി മഹർഷിമാരാണ്. ആദ്യത്തെ പുത്രന്മാരാണ്. നാരദനും ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അപ്പോൾ സനകാദി മഹർഷിമാരായിട്ടുള്ള ഈ ബ്രഹ്മദേവൻ്റെ പുത്രരായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള അവർ നാരദ മഹർഷിക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്? ഛിന്തി മേ സംശയം തു ഇമം. ഛിന്തി ഛേദിക്കൂ, മുറിക്കൂ, വെച്ചാൽ സംശയം തീർത്തു തരൂ. സംശയം തു ഇമം അതാകട്ടെ. ഇമം ഈ സംശയത്തെ. ശുകേന ഉക്തം കഥ രാജ്ഞേ ഗോകർണേന കഥ പുനഃ സുരർഷയെ കഥ ബ്രാഹ്മ്യൈ ഛിന്തി മേ സംശയം തു ഇമം. അപ്പോൾ ശ്രീ ശുകബ്രഹ്മർഷിയാൽ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത ഭാഗവതം എപ്പോഴാണ് നടന്നത്? ഗോകർണനാൽ എപ്പോഴാണ് ഈ ധുന്ധുകാരി പ്രേതത്തിൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ട് ഭാഗവതം നടത്തിയത്? ദേവർഷിയായിട്ടുള്ള നാരദന് വേണ്ടിയിട്ട് ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാർ എപ്പോഴാണ് ഭാഗവതം നടത്തിയത്? ഈ സംശയത്തെ തീർത്തു തരയണമേ എന്ന് ശൗനകാദി മഹർഷിമാർ സൂതനോട് ചോദിച്ചു, നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട്. ശുകേനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനഃ സുരർഷയെ കഥാ ബ്രാഹ്മ്യൈ ഛിന്തി മേ സംശയം ത്വിമം. സൂത ഉവാച. അപ്പോൾ സൂതൻ മറുപടി പറയാണ്, ആകൃഷ്ണ നിർഗമാൽ 30 വർഷാധികഗതേ കലൗ നവമീതോ നഭസ്യേ ച കഥാരംഭം ശുകോ കരോത്. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാപര യുഗത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഭൂമിയിൽ നിന്നും ഭാഗവതത്തിലേക്ക് മറഞ്ഞു. അപ്പോൾ കലിവർഷം തുടങ്ങി. അതിനുശേഷം 30 വർഷം കഴിഞ്ഞപ്പോൾ ആ കന്നിമാസത്തിൽ പരീക്ഷിത് രാജാവിനെ സർപ്പം കടിക്കും എന്നുള്ളത് ഈ ശമീക പുത്രനായിട്ടുള്ള ശൃംഗി ശപിച്ചപ്പോൾ അതിന് പരിഹാരം എന്താ വേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ഗംഗാതീരത്ത് വടക്കോട്ട് നോക്കി ദർഭപ്പുല്ലിൽ പ്രായോപവേശം ചെയ്ത് 7 ദിവസം കഴിഞ്ഞാൽ മരിക്കുകയാണ്. അതിങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ശ്രീ പരീക്ഷത്തിന് വേണ്ടിയിട്ട്, മഹാരാജാവിന് വേണ്ടിയിട്ട് കന്നിമാസത്തിൽ ശുക്ല നവമി ദിവസം മുതൽക്ക്, വെളുത്ത പക്ഷം നവമി ദിവസം മുതൽക്ക് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനായിട്ട് ഭാഗവതത്തെ പറഞ്ഞു. ഇപ്പോൾ നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി 6 ദിവസം. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അവിടെ തലേ ദിവസം മഹാബ്രാഹ്മണർ അതിൻ്റെ ഭഗവാന്റെയും ഭാഗവതത്തിൻ്റെയും ഒക്കെ മഹാത്മ്യം എന്തൊക്കെയാ ചർച്ച ചെയ്തിട്ടുണ്ടാവണം. ഇതിലൊട്ടും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പൗർണമിക്ക് മുക്തി, പ്രഥമയ്ക്ക് മുക്തി, അങ്ങനെ ഒരു കണക്കുണ്ട്. അപ്പോൾ പ്രഥമയ്ക്കാണോ മുക്തി, പൗർണമിക്കാണോ മുക്തി, അതറിയില്ല. 15-ാം ദിവസം. ഇപ്പോൾ ഇവിടെ നവമിക്കാണ് തുടക്കം. നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പൗർണമി, 7-ാം ദിവസം. അപ്പോൾ മാഹാത്മ്യം അതിൻ്റെ തലേ ദിവസം വരണ്ടേ? നമ്മളങ്ങനെയാണല്ലോ പതിവ്, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ നവമിക്ക് തുടങ്ങി പൗർണമിക്ക് മുക്തി. അപ്പോൾ പ്രഥമയ്ക്ക് മുക്തിയല്ല, പ്രഥമയാകുമ്പോഴേക്കും കറുത്തപക്ഷമായി. അപ്പോൾ കറുത്തപക്ഷത്തിൽ ആകുമ്പോൾ അത് പ്രേതലോകത്തിലേക്കാണ് പോവുക. പ്രേതലോകത്തിലേക്ക് പോയിട്ടില്ല, അത് നേരെ മുക്തിയാണ്. അപ്പോൾ പൗർണമിക്കാണ്, വെളുത്ത ശുക്ല നവമിക്കാണ്. അപ്പോൾ ശുക്ല പൗർണമിക്കാണ് അത് വരിക. അമാവാസിയാകുമ്പോൾ കറുത്ത വാവായി, ഇത് വെളുത്ത വാവ്. വെളുത്ത വാവിനാണ് ഭാഗവതം വായിച്ചത്. ആ കൃഷ്ണ നിർഗമാത്, ഈ ശ്രീകൃഷ്ണൻ അത്രയും കാലം ജീവിച്ച് ഭാഗവതത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, നിർഗമിക്കുക, പോവുക, ഭാഗവതത്തിലേക്കാണ് മറഞ്ഞത്, ഭാഗവതത്തിലേക്കാണ് ചേർന്നത്. അപ്പോൾ കൃഷ്ണൻ ജനിച്ച് വളർന്ന് അവിടെ വിലാസങ്ങളെല്ലാം ചെയ്ത് ഭാഗവതത്തിലേക്ക് മറിഞ്ഞ ആ സമയം ആ കൃഷ്ണ നിർഗമാത് 30 വർഷാധികഗതേ കലവും. ഭഗവാൻ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ പാണ്ഡവന്മാർ പ്രായോപവേശം ചെയ്തു. അവർ ഇങ്ങനെയല്ല പ്രായോപവേശം ചെയ്ത്, അത്രയേ ഉള്ളൂ. അവർ മഹാപ്രസ്ഥാനമായിട്ടാണ് ചെയ്തത്. പിന്നീട് ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ നടക്കുക, അത്രയേ ഉള്ളൂ. വടക്കോട്ട് നടന്നു. ഓരോരുത്തർ ക്രമേണയായിട്ട് വീണുപോയി. വീണവർ നേരിട്ട് സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്തു, അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ മഹാപ്രസ്ഥാനം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പരീക്ഷിത് രാജാവിനെ രാജാവാക്കി. അപ്പോൾ പരീക്ഷിത് രാജാവിന് 36 വയസ്സുണ്ട്. അത് കഴിഞ്ഞ് 30 വർഷം പരീക്ഷിത് രാജാവ് രാജ്യത്തെ കലിനിഗ്രഹം ചെയ്തുകൊണ്ട് ഭരിച്ചു. കലിയുഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കലിനിഗ്രഹം ചെയ്തുകൊണ്ട് ഭരിച്ചു. അപ്പോൾ ഒരു കൃതയുഗ സമാനം ആയിരുന്നു. അവിടെ കലിക്ക് പ്രവേശനേ ഇല്ല, ദ്വാപരമല്ല, അതിനേക്കാൾ കൂടുതലായി. അപ്പം അതുകൊണ്ട് കലി പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റിച്ച അതൊക്കെ ചെയ്തായിരുന്നു പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. രാജാവിൻ്റെ ഈ ഉഗ്രശാസനം കാരണം പ്രവേശിക്കാൻ നിവൃത്തിയില്ല. അപ്പോഴാണ് ഈ പരീക്ഷിത് രാജാവ് നായാട്ടിന് ചെയ്യുന്ന സമയത്ത് ദുര്യോധനൻ്റെയോ അല്ലെങ്കിൽ ജരാസന്ധൻ്റെയോ ഒക്കെ കിരീടോ എന്തൊക്കെ ആയുധമൊക്കെ പിടിച്ചിട്ട് ഒരു തവണ നായാട്ടിന് പോയി. കാരണം ഭണ്ഡാരത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് കിരീടം, ഏത് വേണിച്ചെടുക്കാം. അത് എടുത്ത് പോയി എന്നുള്ളതാണ്. ഒരു മാനിൻ്റെ പിന്നാലെ പോയി. നായാട്ട് രാജാവിന് പറഞ്ഞതാണ് ഹിംസ്ര മൃഗങ്ങളെ വധിക്കുക, ആഹാരത്തിന് വേണ്ടിയിട്ട് ഈ മാന, മൊയല തുടങ്ങിയതിനെ പിടിച്ചു കൊണ്ടുവരിക. അപ്പോൾ അതിനൊരു പരിധിയുണ്ട്. ആ പരിധി കൂടുതൽ ഓടുകയോ അല്ലെങ്കിൽ അത് ദീനത കാണിക്കുകയോ ചെയ്തു വെച്ചാൽ ആ മൃഗത്തിനെ കൊല്ലാൻ പാടില്ല. രാജാവ് ഈ തനിക്ക് കിട്ടിയതായിട്ടുള്ള ഈ ആഭരണം, അത് ഇപ്പോൾ കിരീടമായാലും വേണ്ടില്ല, മാലയായാലും വേണ്ടില്ല, വാളായാലും വേണ്ടില്ല, ആയുധം എന്താ ആയിക്കോട്ടെ, വില്ലോ അമ്പോ ഒക്കെ ഒരുപോലെയാണ്. അത് ദുര്യോധനൻ്റെയോ ദുശാസനൻ്റെയോ ഒക്കെയാണ്. ശ്രദ്ധിച്ചില്ല എടുക്കുമ്പോഴേ. അപ്പോൾ മനസ്സ് ചഞ്ചലപ്പെട്ടു. ഒരു മാൻ ഓടിക്കഴിഞ്ഞപ്പോൾ ആ മാനിൻ്റെ പിന്നാലെ പോയി. മാനിനെ കിട്ടിയതുമില്ല. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ മാനിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. അതൊരു വാശി വന്നു, വാശി നാശ. അപ്പോൾ ശരീരത്തിന് ദേഹം ക്ഷീണിച്ചു, വിശപ്പ് വന്നു, ദാഹം വന്നു. ശമീക മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അപ്പോൾ അദ്ദേഹം ധ്യാനത്തിലായിരുന്നു. വെള്ളം ചോദിച്ചു, കിട്ടിയില്ല. അർഘ്യാദികളൊന്നും കിട്ടിയില്ല. അപ്പോൾ ചുണ്ടി വന്നു, ഞാൻ രാജാവല്ലേ. ഭാവം ഇങ്ങനെ മാറുകയാണേ. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു പാമ്പിൻ്റെ ജലം കിടക്കുന്നുണ്ട്. അപ്പോൾ വില്ലുകൊണ്ട് തോണ്ടിയിട്ട് അത് ശമീക മഹർഷി എന്നൊരു ആഭരണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചവർ ഒരു കളി, ഒരു ഹാസം ചെയ്തു എന്നേ ഉള്ളൂ. കളിയായിട്ടാണ് ചെയ്തതേ, അല്ലാണ്ട് കരുതി കൂട്ടി ഒരു ദ്രോഹിക്കണം എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നല്ല. കിടക്കട്ടെ.
അറിയുമോയെന്നറിയാലോ. മണം വരും, പിന്നെ ഒരു തണുപ്പുണ്ടാവും. അപ്പോൾ ഈ കള്ള ധ്യാനാണെച്ചാൽ വേഗം ഉണരും. അപ്പോൾ കള്ളധ്യാനമല്ലായിരുന്നു, അറിഞ്ഞില്ല. രാജാവ് അവിടുന്ന് പോന്നപ്പോൾ മനസ്സിലായി തെറ്റി, അബദ്ധം പറ്റി. കൊട്ടാരത്തിലെത്തി. കിരീടമൊക്കെ അഴിച്ചു വെച്ചു. രജോ ഗുണം പോയി, തമോ ഗുണം പോയി, സാത്വിക ഗുണം വന്നു. ഞാൻ ചെയ്ത് വലിയൊരു തെറ്റാണല്ലോ. പശ്ചാത്താപം വന്നു. പശ്ചാത്താപം വന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും? എന്നെ ആരും ശിക്ഷിക്കാനില്ലല്ലോ. രാജാവിനെ ആരാ ശിക്ഷിക്കുക? ഭഗവാൻ ശിക്ഷിക്കണ്ടേ? എങ്ങനെയാ ശിക്ഷ കിട്ടുക എന്ന് കണക്കാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു പാമ്പിനെ, ചത്തപാമ്പിനെ ഇട്ടുണ്ട്, രാജാവാണ് ചെയ്തതെന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ എന്നാൽ എൻ്റെ പേര് എന്താ അപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചത് ത്രിശൃംഗി. ഇന്നൊക്കെ 7-ാം ദിവസം തക്ഷകൻ കടിച്ച് ഇത് ചെയ്തയാളായിട്ടുള്ള രാജാവ് മരിച്ചു പോട്ടെ. അപ്പോൾ ധ്യാനത്തിന് ഉണർന്നു. ഭഗവാൻ പോയി. ഭക്തനെ ശപിച്ചാൽ ഭഗവാൻ ഉണ്ടോ? കൂടെ നിൽക്കണു. ഭഗവാൻ പോയി. അപ്പോൾ ശമികൻ ഉണർന്നു. എന്താ ഉണ്ണി കരയണോ ചോദിച്ചു. കരഞ്ഞുകൊണ്ട് നിൽക്കാൻ മുമ്പിൽ. ഇങ്ങനെയൊക്കെ ഉണ്ടായി പറഞ്ഞു. നീയാണല്ലോ തെറ്റ് ചെയ്തത്, രാജാവല്ലല്ലോ. ഞാൻ കുളിച്ചാൽ ഈ പ്രശ്നം അവസാനിച്ചില്ലേ? നീ വലിയ തെറ്റാ ചെയ്ത്. അപ്പം അതുകൊണ്ട് നീ ചെയ്ത് ഇനിയിപ്പോൾ ഈ പരിഹാരമില്ലല്ലോ, എന്ത് ചെയ്യും? ബ്രാഹ്മണൻ്റെ വാക്കാ. അപ്പോൾ ശിഷ്യനായിട്ടുള്ള ഗൗരമുഖനെ വിട്ടു. രാജാവിനോട് ഈ കാര്യം മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. 7-ാം ദിവസം ദർശനം കടിച്ച് മരിക്കും, എൻ്റെ മകൻ ശപിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ ശാപാണ്, വേണ്ടത് ചെയ്തോളൂ. അപ്പോൾ രാജൻ ജനമേജനെ ഏൽപ്പിച്ചു. ചെറിയ ഉണ്ണിയാ, ചെറിയ ഉണ്ണിയാ, ഭരിക്കാറല്ല, ഉപന്യം തന്നെ കഴിഞ്ഞിട്ടില്ല. 5 വയസ്സിൽ താഴെയായി ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിക്കേണ്ടത്. ഏതായാലും പ്രായമൊന്നും നമുക്കറിയില്ല, കുട്ടിയാണ്. പ്രായോപവേശം ചെയ്യാൻ നിശ്ചയിച്ചു. അപ്പോൾ ഈ ചെയ്ത പുണ്യങ്ങളുടെ മുഴുവൻ ആധിക്യം അവിടെ കണ്ടു. അതുകൊണ്ടാണ് എല്ലാ ബ്രാഹ്മണരും ഭക്തന്മാരൊക്കെ ഈ ഗംഗാതീരത്ത് എത്തിയത്. ദർഭപ്പുല്ലിൽ ഇരുന്നു, ഗംഗയെ നോക്കിയിട്ട് വടക്കോട്ട് നോക്കിയിരുന്നു. മരിക്കണവരെ ഒന്നും കഴിക്കില്ല, ജലപാനമില്ല, വായു മാത്രമേ, ഈ ശ്വാസം മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെയാണ്. ആ പരീക്ഷത്തിലാണ് ഈ ശ്രീശുക ബ്രഹ്മർഷി 7 ദിവസം കൊണ്ട് പാരായണം ചെയ്തു കൊടുത്തത്. അതാണ് ആ ദിവസത്തിൻ്റെ പ്രാധാന്യം 7 എന്ന് വരാൻ കാരണം. 7-ാം ദിവസം കടിച്ചു മരിക്കും. മറ്റേ സർപ്പദംശമാണല്ലോ, അത് അപമൃത്യുവാണ്. ആ കാലമൃത്യുവാണ്. മറ്റേ 66 വയസ്സ് പറഞ്ഞാൽ ഇല്ല, 100 വയസ്സാവണം. അപ്പോൾ ആ കാലമൃത്യുവാണ്, അപമൃത്യുവാണ്. അപ്പോൾ അതിന് പരിഹാരമൊന്നുമില്ല. ആ ബ്രാഹ്മണശാപാണ്, അപമൃത്യുവാണ്, പാമ്പ് കടിച്ചിട്ടാ, ആ കാലമൃത്യുവാണ്. അപ്പോൾ അതിന് പരിഹാരം ഭാഗവതേ ഉള്ളൂ. അത് സാധാരണക്കാർക്ക് പറയാൻ പറ്റില്ല. അവിടെ ഭാഗവതം അറിയാത്തവരാരുമില്ല. പക്ഷെ സാധാരണക്കാർ പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ കനണ്ട്. പരീക്ഷിത് രാജാവിന് സ്വയം അറിയാം, സ്വയം ചെയ്താൽ പോരാ, ഒരാളെ വിളിച്ച് ജയിക്കണം. രാജാവിൻ്റെ അടുത്ത് ഭാഗവതം പറയാൻ പറ്റിയ ആളില്ല. മഹാകേമന്മാരായിട്ടുള്ള ഋഷിമാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഇത് രചിച്ചതായിട്ടുള്ള വ്യാസൻ അവിടെ ഉണ്ട്. വ്യാസം കൂട്ടാക്കിയില്ല. അപ്പോഴാണ് മകൻ വരുന്നത്, ശ്രീ ശുഖബ്രഹ്മർഷി. അപ്പാണ് തുടങ്ങി ഭാഗവതം വായിക്കാൻ. ഗ്യാരണ്ടി പറഞ്ഞു, അങ്ങ് മുക്തനായിക്കൊള്ളൂട്ടോ, ഏറ്റു, ഞാനാണ് ഗ്യാരണ്ടി. വായിച്ചു. 7 ദിവസം കൊണ്ട് മുക്തി നേടി. അതാണ് ഈ ആകൃഷ്ണ നിർഗമാത് 30 വർഷാധികഗതേ കലവും. അപ്പോൾ 30 വർഷം കഴിഞ്ഞപ്പോഴേ, കലികാലം 30 വർഷം കഴിഞ്ഞു. 30 വർഷമാണ് രാജാവ് ഭരിച്ചത്. നവമീതോ നഭസ്യേ, അവിടെ നവമിക്കാണ് നഭസ്യേ. അവിടെ ഇതുണ്ട്, ചന്ദ്രൻ്റെ ഇതുണ്ട്, അതുകൊണ്ടാണ് വൃദ്ധിയാണ്, ചന്ദ്രൻ്റെ വൃദ്ധിയാണ്. അതുകൊണ്ട് ഈ ശുക്ലപക്ഷം നവമി എന്ന് എടുത്തു. കഥാരംഭം, അവിടെ കഥ ആരംഭിച്ചു. ശുകഹ അകരോത്, ശുകോകരോത്, അവിടെ ഒരു എഫ് ഉണ്ട്, ശുകോകരോത്. ശ്രീ ശുഖബ്രഹ്മർഷി ചെയ്തു, അകരോത് എന്ന് പറഞ്ഞാൽ ചെയ്തു, ഭാഗവതം പാരായണം ചെയ്തു. അപ്പോൾ ശുക്ലപക്ഷത്തിൽ, വെളുത്ത പക്ഷത്തിൽ വൃദ്ധി, ചന്ദ്രൻ്റെ വൃദ്ധി ആ സമയത്ത് വേണം, പൗർണമിക്ക് അവസാനിക്കുന്ന രീതിയിൽ. അപ്പോൾ അത് കന്നിമാസത്തിൽ കുറച്ചധികം പ്രാധാന്യം. മുക്തി കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഒരു സൂത്രം ചെയ്യാം. കന്നിമാസത്തിൽ നവരാത്രി കാലം, പൂജാ ഹോളിഡേയ്സ്,
അപ്പോൾ ആ സമയത്ത് മഹാനവമിക്ക് ഒന്നും വായിക്കാറില്ലല്ലോ നമ്മൾ. മഹാനവമിക്ക് വായിക്കാം. അഷ്ടമി, നവമി, ദശമി 3 ദിവസമാണ് പൂജാ ഹോളിഡേയ്സ് ആയിട്ട് വരിക. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുന്നേ ആയിട്ട് ദേവി ഭാഗവതം വായിക്കാം. നവാഹായിട്ടും വായിക്കാം, പഞ്ചാഹായിട്ട് വായിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും ദേവി ഭാഗവതം ഈ അഷ്ടമിക്ക് മുന്നേ കഴിയാവുന്ന രീതിയിൽ വായിക്കാം, സപ്തമിക്ക് കഴിയാവുന്ന രീതിയിൽ മുന്നേ വായിക്കാം, കുറച്ച് മുന്നേ വായിക്കാം. അങ്ങനെ നവാഹം വായിക്കാം. അതിന് ശേഷം സപ്തമിക്ക് കഴിയാം, അല്ലെങ്കിൽ പരമാവധി അഷ്ടമിക്ക് കഴിയാം. അഷ്ടമിക്ക് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം മഹാത്മ്യം വായിക്കാം. പിറ്റേ ദിവസം നവമി തൊട്ട് 1ാമത്തെ ദിവസമായിട്ട് തുടങ്ങുക ഭാഗവതം. അപ്പോൾ ദേവീ ഭാഗവതവും പ്രകൃതിയിൽ നിന്നുള്ള മോചനവും, അതേപോലെ ദേഹത്തിൽ നിന്നും ബ്രഹ്മാണ്ടത്തിൽ നിന്നും ഇനിയൊരു ജന്മം വേണ്ട, അങ്ങനെ സംസാര സമുദ്രത്തിൽ നിന്നും ഭവാർണവം കടക്കാൻ ഭാഗവതത്തെ ആശ്രയിക്കാം. എന്നാ മുക്തി. അപ്പം ഇങ്ങനെ ദേവി ഭാഗവതം ആദ്യം വായിക്കുക കഴിഞ്ഞിട്ട് ഭാഗവതം വായിച്ചാൽ പൗർണമിക്ക് കഴിയാവുന്ന രീതിയിൽ വായിച്ചാൽ അത് കന്നിമാസത്തിലാവുമ്പോൾ ഉത്തമം. വെളുത്ത പക്ഷ കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസം കിട്ടില്ല, 15ാമത്തെ ദിവസം മുക്തി കിട്ടും എന്നതാണ്. ആകൃഷ്ണ നിർഗമാത് 30 വർഷാധികഗതേ കലൗ നവമീതോ നഭസ്യേച്ച കഥാരംഭം ശുകോ കരോത്. ഇനി അടുത്തത് 98ാമത്തെ ശ്ലോകം. പരീക്ഷിർ ശ്രവണാന്തേ ച കലൗ വർഷശതദ്വയേ ശുദ്ധേ ശുചൗ നവമ്യാം ച ധേനുജോ കഥയത് കഥാം. പിന്നെ പറഞ്ഞത് പരീക്ഷത്തിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഭാഗവതം കേട്ട് മുക്തി നേടിയെന്ന് പറഞ്ഞതിന് ശേഷം കലിവർഷം 200 കൊല്ലം കഴിഞ്ഞപ്പോൾ വർഷശതദ്വയേ, ശതം എന്ന് പറഞ്ഞാൽ 100, 2 ദ്വയം 2, ശതദ്വയം 2 100, 200 വർഷം കഴിഞ്ഞപ്പോൾ കർക്കിടക മാസത്തിൽ ശുക്ല നവമി, അവിടെയും വെളുത്ത വർഷത്തിൽ തന്നെയാണ്, നവമിക്ക് തുടങ്ങിയിട്ട് ഗോകർണൻ സപ്താഹം ഭാഗവതം വായിച്ചു. പരീക്ഷിത് ശ്രവണ അന്തേ, പരീക്ഷിത്ത് ഇതേപോലെ ഭാഗവതം കേട്ടതിൻ്റെ അവസാനത്തിൽ കലൗ, ആ കലികാലത്തിൽ 30 വർഷം കഴിഞ്ഞപ്പോഴേക്ക്, അതിനുശേഷം വർഷശതദ്വയേ, അതിനുശേഷം 200 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശുദ്ധേ ശുചൗ നവമ്യ, ശുദ്ധമായിട്ടുള്ള, അതേപോലെ ശുചിയായിട്ടുള്ള, രണ്ടും ഒന്ന് തന്നെയാണ്. നവമ്യ, ആ നവമിയിൽ, അപ്പോൾ ശുക്ലപക്ഷം എന്ന് സാരം. ശുക്ലപക്ഷത്തിൽ ഇതേപോലെ തന്നെ കന്നിമാസിൽ തന്നെയാണ് അവിടെ, അത് കർക്കിടക മാസത്തിൽ, അവിടെ കർക്കിടക മാസത്തിലാണ്, കന്നിമാസത്തിലല്ല കർക്കിടക മാസത്തിലാണ്. നവമിക്ക് തന്നെയാണ് ധേനുജഹ, പശുവിൽ നിന്നും ഉണ്ടായ ഗോകർണൻ എന്ന് സാരം. ഗോകർണൻ ആ കഥയത് കഥാം, ഈ കഥയെ പാരായണം ചെയ്തു. അപ്പോൾ വെളുത്ത പക്ഷത്തിൽ ശുദ്ധേ ശുചൗ എന്നുള്ളത് കർക്കിടക മാസത്തിൽ എന്നെടുക്കണം, അതേപോലെ വെളുത്ത പക്ഷം എന്നും എടുക്കണം. നവമ്യ, ആ നവമിയിലാണ്, വെളുത്ത പക്ഷ നവമിയിലാണ് ഈ ഗോകർണൻ ധുന്തുകാരിക്ക് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ശ്രീമദ് ഭാഗവതത്തെ 7 ദിവസം കൊണ്ട് പാരായണം ചെയ്തത്. പരീക്ഷിത് ശ്രവണാന്തേ ശ്രവണാന്തേ, അവിടെ പരീക്ഷിത്ത് ഇല്ല, കാണില്ല, ശ്ര എന്നും കാണില്ല, ശ്ര എന്നാണ്. പരീക്ഷിത് ശ്രവണാന്തേ, പരീക്ഷിത് ശ്രവണാന്തേ ച കലൗ വർഷശതദ്വയേ. സകാരം ശകാരം ഒന്നാണ്, ഇവിടെ സകാരമല്ല ശകാരം തന്നെയാണ് വേണ്ടത്. വർഷശതദ്വയേ 2 100 എന്നാണ്. പരീക്ഷിത് ശ്രവണാന്തേ ച കലൗ വർഷശതദ്വയേ ശുദ്ധേ ശുചൗ നവമ്യാം ച ധേനുജോ കഥയൽ കഥാം. തസ്മാദപി കലൗ പ്രാപ്തേ 30 വർഷഗതേ സതി ഊചുരൂർജേ സിതേ പക്ഷേ നവമ്യാം ബ്രഹ്മണസുതാഹാം. അതും വെളുത്ത വർഷത്തിൽ തന്നെയാണ്. സനകാദികൾ ചെയ്ത ഭാഗവതത്തെയാണ് പറഞ്ഞത്. കലിവർഷം 30 കഴിഞ്ഞപ്പോൾ ബ്രഹ്മപുത്രന്മാർ കാർത്തിക മാസത്തിൽ ശുക്ലപക്ഷ നവമിയിൽ കഥ വീണ്ടും പറഞ്ഞു.
കാർത്തിക മാസത്തിൽ വൃശ്ചിക മാസത്തിൽ. ഇപ്പോൾ വൃശ്ചിക മാസത്തിൽ ഈ ശുക്ല നവമി വെളുത്തപക്ഷ നവമിയിൽ ഈ പൗർണമിക്ക് കഴിയാൻ തോക്കവണ്ണം ശ്രീ സനകാദി മഹർഷിമാർ ഹരിദ്വാരത്തിൽ വെച്ചിട്ട് ഈ ശ്രീനാരദിന് കേൾക്കാൻ വേണ്ടിയിട്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് യുവത്വം കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗവതം സപ്താഹമായിട്ട് വായിച്ചു. ആ സമയത്താണ് ശ്രീശുകൻ ഇങ്ങനെയാണ് വായിച്ചത്, അതുകൊണ്ട് ഇത് തന്നെ മതി, 7 ദിവസം കൊണ്ട് വായിച്ചാൽ മതി എന്ന് ഉറപ്പിച്ചത്. അപ്പം എല്ലാവരും ഈ പൗർണമിക്ക് കഴിയാൻ തോക്കവണ്ണമാണ് ഭാഗവതം വായിച്ചത് എന്ന് സാരം. പിന്നീട് ധാരാളം ആൾക്കാർ അതതിൻ്റെ കണക്കനുസരിച്ച് പലപ്പോഴും പല ഡേറ്റിനായിട്ട് വായിച്ചു, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇവരൊക്കെ പൗർണമിക്ക് കഴിയാൻ തോക്കണം. അപ്പോൾ പൗർണമിക്ക് കുറച്ചൊരു പ്രാധാന്യമുണ്ട്. തസ്മാദപി അതിനുശേഷം കലൗ പ്രാപ്തേ കലികാലം വന്നു കഴിഞ്ഞ സമയത്ത് 30 വർഷഗതേ സതി പരീക്ഷത്തിന് ഭാഗവതം വായിച്ച് കൊടുത്തതിൻ്റെ ശേഷം 30 വർഷം കൂടി കഴിയുമ്പോൾ കലികാലം തുടങ്ങിയിട്ട് 60 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഊചുഹു ഊർജേ സീതേ പക്ഷേ ഊർജമാസം, അത് കാർത്തിക മാസമാണ്. ഊർജമാസം എന്നുള്ളത് കാർത്തിക മാസമാണ്. മറ്റത് ശുദ്ധേശ്വരവും, അത് കർക്കിടക മാസത്തിലെ വെളുത്ത എന്നുള്ള കണക്കാണ്. ഇവിടെ ഊർജമാസത്തിൽ സീത എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്നാണ്. വെളുപ്പ്, സീത രണ്ടാണ്. ഏതായാലും സീത വെളുപ്പ്. അപ്പോൾ കാർത്തിക മാസത്തിൽ ശുക്ലപക്ഷത്തിൽ നവമിയിൽ ബ്രഹ്മണഃ സുതാഹ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാർ അത് ദേവർഷിയായിട്ടുള്ള നാരദന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു. അത് നാരദനും ബ്രഹ്മാവിൻ്റെ പുത്രൻ തന്നെയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള പരസ്പര സംവാദമാണ്. സനകാദികളും നാരദനും ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്. അവർ പരസ്പരം സംവദിച്ചു. തസ്മാദപി കലൗ പ്രാപ്തേ 30 വർഷഗതേ സതി ഊചുരൂർജേ സിതേ പക്ഷേ നവമ്യാം ബ്രഹ്മണസുത. ഇങ്ങനെ 99 ശ്ലോകം. ഇതി ഏതത്തെ സമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ കലൗ ഭാഗവതീ വാർത്ത ഭവരോഗവിനാശിനി. കലികാലത്തിൽ ഈ സംസാര സമുദ്രം കടക്കാൻ, ആ രോഗത്തെ തീർക്കാൻ നല്ല മരുന്നാണ് ഈ ഭാഗവതം. ശൗനക മഹർഷിയോട് സൂതൻ പറയാണ്, അങ്ങ് ചെയ്ത ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ 3 ചോദ്യമാണല്ലോ അങ്ങ് ചോദിച്ചത്. ആരൊക്കെയാ എപ്പോഴൊക്കെയാണ് ചെയ്തതെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ 3 സംവാദങ്ങളും 3 സപ്താഹത്തിൻ്റെ കണക്കും പറഞ്ഞു. കലിയുഗത്തിൽ ഭാഗവതം വായിക്കലാണ് ഈ സംസാര ദുഃഖം ഇല്ലാണ്ടാവാൻ വേണ്ടത്. ഇങ്ങനെ 100-ാമത്തെ ശ്ലോകം. ഇത് ഏതത് തേ, ഇങ്ങനെ അങ്ങയ്ക്ക് വേണ്ടിയിട്ട്, ഇത് ഏതത് തേ അങ്ങയ്ക്ക് വേണ്ടിയിട്ട്, ഇതി എന്ന്, ഏതത് ഇത്, തേ അങ്ങയ്ക്ക് വേണ്ടിയിട്ട്, സമാഖ്യാതം നന്നായിട്ട് പറയപ്പെട്ടു, ആഖ്യാനം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ പറയപ്പെട്ടു, അതല്ലെങ്കിൽ ഇത് തന്നെ നിയമം എന്നുള്ള നിലയ്ക്കാണ്. യത് പൃഷ്ട, യാതൊന്നാണോ നിങ്ങൾ ചോദിച്ചത് അതിന്, അഹം സൂതൻ, അഹം ഞാൻ സൂതൻ, ത്വയാ അനഘ ശൗനകാദി, ത്വയാ ശൗനകർക്ക്, അനഘ പാപമില്ലാത്ത ഭാവത്തിലുള്ള ശൗനകാദി മഹർഷിമാരെ, കലൗ ഭാഗവതി വാർത്ത, കലികാലത്തിൽ ഭാഗവതി വാർത്തയാണ്, ഭാഗവതമാണ്, ഭഗവാന്റെ വാർത്തകളാണ് വേണ്ടത്. ഭവരോഗ വിനാശിനി, ഈ ഭവാർണവം കടക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തമ മാർഗം. കാരണം ഈ ഭവരോഗത്തിനെ നശിപ്പിക്കും, സംസാരത്തെ നശിപ്പിക്കും, സർവ്വ പാപങ്ങളും ബ്രഹ്മഹത്യാദി പാപങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ മുക്തി കിട്ടും, ശുദ്ധി കിട്ടും എന്നർത്ഥം. ഇത്യേതത്തെ സമാഖ്യാതം യത് പൃഷ്ടോഹം ത്വയാനഘ കലോ ഭാഗവതീ വാർത്ത ഭവരോഗവിനാശിനി. ഇങ്ങനെ 100-ാമത്തെ ശ്ലോകവും പറഞ്ഞു. ഇനി അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇതിപ്പോൾ 27-ാമത്തെ ഭാഗമാണ്. 96-ാമത്തെ ശ്ലോകം മുതൽ 100-ാമത്തെ ശ്ലോകം വരെ 5 ശ്ലോകം പറഞ്ഞു. നാരായണ